അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല എന്താ പ്രശ്നം? ആക്ഷൻ. മലയാളത്തിൽ സിനിമ കാണാനൊന്നുമില്ലല്ലോ, കുറച്ച് തിരക്കില്ല. തമിഴിലാണ് പറയാണോ? ഹൈ, ഇത് ഞാനിവിടെ കണ്ടല്ലോ. ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ, പ്ലീസ്. ചേട്ടാ സിനിമാ നടനും മനുഷ്യനാണ് ചേട്ടാ, എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. സിനിമാ നടനും മനുഷ്യനാണ്, പ്ലീസ്. കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സാർ, രാവിലെ മുതൽ ഇത് കേട്ടിട്ട് ഞാൻ വഴിയായി സാർ. അത്യാവശ്യം എനിക്ക് എയർപോർട്ടിൽ അല്ല, ഫാൻസോട് എന്താ പറയുന്നത്? അങ്ങനെ ജാടയാണോ ചേച്ചി? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഫാൻസോട് എന്താ പറയുന്നത്? അങ്ങനെ ജാടയാണോ ചേച്ചി? നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും എന്നോട് പറയാനില്ലേ? ഉണ്ടല്ലോ. അങ്ങനെ ജാടയാണോ ചേച്ചി? ഫുഡിന്റെ സെക്ഷനിലേക്ക് കിടന്നു. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. എന്റെ പൊന്നോ, ഒടുക്കത്താ. പിന്നെ ഫുഡിന്റെ സെക്ഷനിലേക്ക് കിടന്നാലും അങ്ങനെ നീ എന്തിനാണ് ഒരു ത്യാഗം ചെയ്യണേ? കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. ഫാൻസോട് എന്താ പറയുന്നത്? അങ്ങനെ ജാടയാണോ ചേച്ചി? അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. മലയാളത്തിൽ സിനിമ കാണാനൊന്നുമില്ലല്ലോ, കുറച്ച് തിരക്കില്ല. തമിഴിലാണ് പറയാണോ? എന്ത് പ്രഹസനമാണ് സജി. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഇയാൾ എന്തായി കാണിക്കുന്നത്? അമർക്കാൻ വെറുതെ കുറെ ഫിലിം വേസ്റ്റ് ആക്കി. അത്യാവശ്യം എനിക്ക് എയർപോർട്ടിൽ. അല്ല, ഫാൻസോട് എന്താ പറയുന്നത്? അങ്ങനെ ജാടയാണോ ചേച്ചി? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ചിരിക്കടാ. എന്തിനാ നിർത്തിയത്? ആരാധകനെ കാണാൻ പോയിട്ട് എന്റെ ജനസമ്മതി 7 ഇരട്ടിയാക്കിട്ട് വന്നിരിക്കുക ഞാൻ. കഴുത. ക്ഷമിക്കണം സാർ, ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നെ പിരിച്ചുവിടരുത്. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇതിലെന്തോ ഗുലുമാലുണ്ടെന്ന്. ഞാനിപ്പോ അത്യാവശ്യം എനിക്ക് എയർപോർട്ടിൽ ഒരു പേഴ്സണൽ വിസിറ്റ് എന്തെങ്കിലും വന്നാണോ? സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സെന്റിമെന്റ്സ് കാണിക്കല്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടുങ്ക ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞ ഞാൻ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞാലേ. ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ.